കേരളത്തിൽ എല്ലാവരും വെറുക്കുന്ന ഒരു കുലംകുത്തി വാക്കാണ് അഴിമതി വിരുദ്ധ ദിനം. അഴിമതിയെപ്പറ്റി നമ്മൾ പറയുകയോ അഴിമതിക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുകയോ ചെയ്യുന്നതൊക്കെ നമ്മുടെ കേരള സമാജത്തിൽ അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നവരൊക്കെ കുലംകുത്തികളാണ്. ഈ ഒരു നയം നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. 2017 ശേഷമാണ് അത് രൂക്ഷമായത്. ഡിസംബർ 9 ഐക്യരാഷ്ട്രസഭ അഴിമതി വിരുദ്ധ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഐക്യരാഷ്ട്രസഭ ആചരിച്ചോട്ടെ, അത് നമ്മുടെ ഈ കേരളത്തിൽ ആ പരിപാടി വേണ്ട എന്നുള്ളതാണ് 2017 ശേഷമുള്ള നയം. എന്തുകൊണ്ടാണ് കേരളത്തിൽ അഴിമതി വിരുദ്ധ ദിനം ആചരിക്കേണ്ട എന്നുള്ള ഒരു നയം 2017 ശേഷം തുടരുന്നത്? കുറേയധികം കാരണങ്ങളുണ്ട്. കാരണം ഈ അഴിമതി വിരുദ്ധ ദിനമൊക്കെ ആചരിച്ച് ഔദ്യോഗികമായിട്ട് അഴിമതി വിരുദ്ധരാണ്, നമ്മൾ അഴിമതിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് ആര് നടത്തും? അത് നമുക്ക് നടത്താൻ അത്ര എളുപ്പമുണ്ടാവില്ല. അതുപോലെ ഈ എവിടെയെങ്കിലും ഉരുളുപൊട്ടിയോ വെള്ളം പൊങ്ങിയോ ഒക്കെ മനുഷ്യരുടെ അടുത്ത് പിരിവ് വാങ്ങിച്ച ശേഷം ആ പിരിവിൽ നിന്ന് കൈയിട്ട് വരാൻ പറ്റുമോ? അതുപോലെ ഈ ദുരിതാശ്വാസ നിധിയിലൊക്കെ ഈ പിരിവ് തന്നതിൻ്റെ കണക്കൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ ഈ അഴിമതി വിരുദ്ധ ദിനം ഒക്കെ ആചരിച്ച് അഴിമതിയോടെ പാടില്ല എന്നൊക്കെ നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടി നടക്കത്തില്ല. അതുപോലെ അഴിമതിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെയുള്ള കേസുകളുടെ എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടിമിന്നലേറ്റോ അല്ലെങ്കിൽ തീ പിടിച്ചോ ഒക്കെ നശിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അതുപോലെ നമ്മളുടെ വളരെ ആശ്രിതനായിട്ടുള്ളൊരു MLA മരിച്ചാൽ പുള്ളിയുടെ മകന് നമുക്ക് ജോലി കൊടുക്കണ്ടേ? ആശ്രിതർക്കും ആശ്രിത വത്സലർക്കും ഒക്കെ ജോലി കൊടുക്കണമെങ്കിൽ ഈ അഴിമതി വിരുദ്ധ ദിനമൊന്നും ഇവിടെ ഉണ്ടായാൽ ശരിയാവില്ല. അതുപോലെ 2016-17 ഒരു ബന്ധു നിയമന കേസിൽ നമ്മുടെ മന്ത്രിസഭയിലെ ഒരാൾ തന്നെ പെട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ബന്ധു നിയമനം എന്ന് പറയുന്ന ഒരു അഴിമതിയെ അല്ല എന്നുള്ള ഒരു ഉത്തരവൊക്കെ നടപ്പാക്കി ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ബന്ധു നിയമനം നമുക്ക് നടത്തേണ്ടതുണ്ട്. അതുപോലെ എന്താ പറയുക, കോപ്പിയടി, അതുപോലെ വ്യാജ ഡിഗ്രി, ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് ജോലി കൊടുക്കണം, വ്യാജ ഡിഗ്രി ആണേലും. അപ്പോൾ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിമതി വിരുദ്ധത എന്ന് പറയുന്ന ഈ കുലംകുത്തി വാക്ക് നമുക്കിവിടുന്ന് ഓടിച്ചു വിട്ടേ പറ്റൂ. അതുപോലെ ഈ അഴിമതിയെ പറ്റി അന്വേഷിക്കേണ്ട ഏജൻസികൾ അതൊക്കെ നമ്മൾ തന്നെ അന്വേഷിച്ചാൽ മതി. നമ്മളതിനുവേണ്ടി പ്രത്യേക സെല്ലുകളും പ്രത്യേക അന്വേഷണ സംഘങ്ങളെയൊക്കെ നമ്മൾ തന്നെ രൂപീകരിച്ച് നമ്മുടെ നിയന്ത്രണത്തിൽ അന്വേഷിക്കും. പുറത്തുനിന്ന് ആരും വന്നിട്ട് ഇവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരും അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മളിവിടുന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ കുൽസിത മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേരളത്തിൽ 2017 ശേഷം ഈ അഴിമതി വിരുദ്ധ ദിനം എന്നുള്ള വാക്ക് തന്നെ ഒരു കൊലംകുത്തി വാക്കായി മാറിയത്. ഐക്യരാഷ്ട്രസഭ ഒരു 10-20 കൊല്ലം മുമ്പ് തീരുമാനിച്ചതാണ് ഡിസംബർ 9 അഴിമതി വിരുദ്ധ ദിനമാണെന്ന്. പക്ഷെ അത് അവരാഘോഷിക്കട്ടെ, ഇവിടെ നമുക്ക് വേണ്ട. ഇനി കേരളത്തിൽ എന്തെങ്കിലും ഈ അഴിമതി വിരുദ്ധ ദിനം ആചരിക്കാൻ നമുക്ക് സാധിക്കുമോ? അത് സാധിക്കുമെന്നുള്ള ലക്ഷണം നമുക്ക് തോന്നുന്നില്ല. കാരണം 2-3 കാരണങ്ങളുമുണ്ട്. ഒന്ന്, നമ്മൾ ഒരു കോളേജിനോ അല്ലെങ്കിൽ ഒരു സ്കൂളിനോ ഒക്കെ അനുമതി വേണമെങ്കിൽ എത്ര ലക്ഷം രൂപ ഉന്നതങ്ങളിൽ കൊടുത്താലാണ് അത് കിട്ടുക. അപ്പോൾ ഈ ധാർമ്മികതയും മൂല്യങ്ങളുമൊക്കെ പഠിപ്പിക്കുന്ന കെട്ടിടം തന്നെ ധാർമ്മികതയില്ലാത്തതിൻ്റെയും മൂല്യങ്ങളില്ലാത്തതിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങളായി മാറുകയാണ്. ഇനി ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ജോലി കിട്ടണമല്ലോ, അതിനും കൊടുക്കണം ലക്ഷങ്ങൾ. കൈക്കൂലി കൊടുക്കാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റാത്ത ഒരവസ്ഥ ഉള്ളിടത്തോളം കാലം വരും തലമുറകൾ ഇങ്ങനത്തെ അധാർമികതയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്കവിടെ ധാർമ്മികതയുണ്ടാവും, അവർക്കവിടെ മൂല്യങ്ങളുണ്ടാവും. അവർക്കൊക്കെ അഴിമതി വിരുദ്ധ ദിനമെന്ന് കേൾക്കുമ്പോൾ തന്നെ പുച്ഛമായിരിക്കും. അപ്പം അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും ഈ കേരളത്തിൽ അഴിമതി വിരുദ്ധ ദിനമൊന്നും ആചരിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ അഴിമതി വിരുദ്ധ ദിനം ആചരിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നശിപ്പിച്ച്, അവനെ ഓടിച്ച്, അവനെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കാനുള്ള സംവിധാനമൊക്കെ നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യും. സാധാരണ ഒരു മാനേജ്മെൻറ്റിലൊരു ചൊല്ലുണ്ട്, എനിത്തിങ് വിച്ച് ഈസ് റിവാർഡഡ് ഗെറ്റ്സ് റിപ്പീറ്റഡ്. അതായത് നമ്മളിവിടെ റിവാർഡ് ചെയ്യുന്നത്, അവാർഡ് കൊടുക്കുന്നത്, സ്ഥാനമാനങ്ങളും പദവിയും ഒക്കെ കൊടുക്കുന്നത് ആർക്കാണ്? അത് അഴിമതിക്കെതിരെ മിണ്ടാത്തവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ ആരെങ്കിലും അഴിമതിക്കെതിരെ മിണ്ടുമോ? അപ്പോൾ അഴിമതിക്കെതിരെ മിണ്ടാത്തവർക്ക് മാത്രം സ്ഥാനമാനങ്ങളും അവാർഡും റിവാർഡും ഒക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം അത് അഴിമതി വിരുദ്ധ ദിനം എന്ന് പറയുന്നത് ഒരു കുലംകുത്തി വാക്കായിട്ട് തുടരുക തന്നെ ചെയ്യും. അടുത്ത കാലത്തൊന്നും ഇവിടെ
ആ വാക്കിനൊരു പ്രസക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി ആരെങ്കിലും അഴിമതി വിരുദ്ധ ദിനം ആചരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക, ഇവിടെ അത് നടപ്പില്ല.